ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന അടിയിലാട്ടോ. ഇന്നലെ കപ്പ നട്ടു. കപ്പ ഒരു വെറൈറ്റി മോഡലായിരുന്നല്ലോ നട്ടത്. അത് വളർന്ന് വരുന്നൊക്കെ അപ്ഡേറ്റ് ഒക്കെ നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂട്ടോ. ഇന്ന് നടുന്നത് എന്താണെന്നറിയോ? പച്ചക്കറി തന്നെയാണ്. പൂക്കളായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ നട്ട്. ഇന്ന് പച്ചക്കറിയിൽ തക്കാളി. ഇന്ന് ഞാൻ തക്കാളിയാണ് നടുന്നത് കേട്ടോ. ഞാൻ പല മോഡലിൽ തക്കാളി നട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചതാ. ചാക്കിൽ നട്ട്, നിലത്ത് നട്ട്, തൂക്കിയിട്ട് നട്ട്, അതെല്ലാം കാണിച്ച അടിപൊളിയായിട്ട് എനിക്ക് തക്കാളി ഉണ്ടായി. വിളവെടുപ്പ് ഞാനിങ്ങനെ ലൈവായിട്ടും കാണിച്ചു തന്നതല്ലേ, അപ്പം നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഞാൻ നടുന്നതിൽ എനിക്കൊന്നിനും പൈസ മുടക്കുണ്ടാവലില്ല. പോട്ടിന് പൈസ ഇല്ല, വളത്തിന് പൈസ ഇല്ല, തക്കാളി തൈക്ക് വരെ എനിക്ക് പൈസ കൊടുക്കണ്ട. അപ്പം ഇന്ന് ഞാൻ എന്താ നടുന്നറിയാം, തക്കാളി തന്നെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു മോഡൽ തക്കാളിയാണ് നടാൻ പോകുന്നത്. തല തിരിഞ്ഞ് തക്കാളി നടുന്നത് കേട്ടോ. അതെങ്ങനെയാണ് തല തിരിഞ്ഞ് നടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കണ്ടാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും, നിങ്ങളും തീർച്ചയായിട്ടും അതുപോലെ ഉണ്ടാക്കും. ഞാൻ തക്കാളി നടുന്നത് സിമൻറ്റ് ചാക്കിലോ പോട്ടിലോ ഒന്നുമല്ല, നിലത്തും ഒന്നുമല്ല. തല തിരിഞ്ഞ് തക്കാളി നടുന്നത് ഇതാ കുപ്പിയിലാണ്. ഇങ്ങനെയുള്ള കുപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയി നോക്കി നമുക്ക് കിട്ടൂ. ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട, അതൊക്കെ വേസ്റ്റാക്കി വലിച്ചെറിയുക ആൾക്കാർ. അപ്പോൾ നമ്മളോട് പെറുക്കി നമുക്ക് സൂപ്പർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു അനുഗ്രഹം. നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ, തക്കാളി നടാലോ. എന്തെങ്കിലും ചീര തക്കാളി എന്തെങ്കിലും നടാം. ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഇതാ ഈ അടിഭാഗമല്ലേ, ഈ അടിഭാഗം ഈ മുഴച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. അവിടെ കട്ടും ചെയ്യണം, 2 ഹോൾസും ഉണ്ടാക്കണം. 2 കുപ്പിയുണ്ട്. ഞാൻ കൂടുതൽ നേരം സമയം പോണ്ടായിരിച്ച് കുറച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. ബാക്കി നിങ്ങളെ കാണിച്ചാൽ മതിയല്ലോ. അത് ആയുധമൊക്കെ വേണം. നമ്മളൊരു കൃഷിക്കാരാണെങ്കിൽ, കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ആയുധം വേണമെന്നറിയോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തോട്ടത്തിലൊക്കെ നിറയെ പുല്ലൊക്കെ കണ്ട കൃഷിക്കാർ പശുവിനെ പോറ്റുന്നവർ എന്താ പുല്ല് എന്നറിയും. അതുപോലെ നമ്മളിങ്ങനെ കൃഷിക്കാരെന്തെങ്കിലും നടുന്നവരിങ്ങനെ നടന്നു കുപ്പി കണ്ട ഹായ് എന്ന് പറഞ്ഞ് എടുക്കും. എല്ലാവരും വലിച്ചെറിയുന്നത് നമുക്ക് അനുഗ്രഹം, കൃഷിക്കാർക്ക് അതല്ലേ. ഇതാ ഈ കത്തിയോടെ തൊട്ടാൽ മതി. ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ ഇനി നടാൻ പോകുന്നത്. തല തിരിഞ്ഞ് ഇതൊന്നും വേണ്ട, ഇതൊന്നും ഈ പരസ്യമൊന്നും വേണ്ട. ഇതൊക്കെ ഇട്ട് ചാട, ഒക്കെ പ്ലാസ്റ്റിക്കാ. ഇതും ഈ മുഴച്ചിരിക്കുന്ന ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി അവിടെ വെക്കുക കേട്ടോ. എനിക്ക് പേടി എന്താന്ന് പറഞ്ഞാൽ കൈ മുറിയുന്നുള്ളൊരു പേടി എനിക്ക് വല്ലാണ്ട്. കൈ മുറിഞ്ഞ് മൂലയിലായാൽ കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ട. ഒരു വീട്ടമ്മേൻ്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയുള്ള സ്ഥിതിയിലേ അടുക്കള പുയ്ത്തു. അതുപോലെ തന്നെ എൻ്റെ ചെടികൾ മൊത്തം പുയ്ത്തു, പിന്നെ ഉണങ്ങിപ്പോവും എനിക്കെന്തെങ്കിലും പറ്റിയാൽ. അങ്ങനെ ഞാൻ ഇത് 2 ലിറ്ററിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം പോട്ടി മിക്സൊക്കെ നല്ലോണം കൊള്ളും. 2 കുപ്പി. ഇനി ഞാൻ തക്കാളി, നമ്മളിത് സാധാരണ നടുന്നതാണെങ്കിൽ മേൽഭാഗത്താണ് നടുന്നതെങ്കിൽ പോട്ടി മിക്സൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് മേലെ നടലല്ലേ തക്കാളി. എന്നാൽ ഇതിനങ്ങനെയല്ല, തല തിരിഞ്ഞിട്ടാണ്. ഇതിൽ കൂടെയാണ് തക്കാളി തൈ വരുത്തുന്നത്. അതിൽ കൂടെ എങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് പോട്ടി മിക്സ് ഇടുന്നത് 2നും. അപ്പം ഞാൻ ആദ്യം തന്നെ തൈ എടുത്ത് കൊണ്ടുവരട്ടെ. പിന്നെ പറയാം കേട്ടോ, തൈ എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്നറിയോ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയൊന്നുമല്ല. എൻ്റെതൊക്കെ ഞാൻ ഇപ്പം പറയുന്നുണ്ട് മുടക്കില്ലാത്തതാണെന്നുള്ളത്. കരിയില കമ്പോസ്റ്റിൽ മുളച്ചുണ്ടായത്, നല്ല ആരോഗ്യത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറിച്ചെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. വലിപ്പം കൂടിപ്പോൾ ഇതിൽ വലിപ്പം കൂടിയാൽ നല്ലതാണ്, അതുകൊണ്ട് അവിടെ കൂടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ വരി നമുക്ക് പറിച്ചെടുക്കാമല്ലോ. ഫസ്റ്റിൽ തൈ പറിച്ചെടുക്കുക. ഇത് എവിടുന്ന് എനിക്ക് കിട്ടിയെന്നറിയോ? ചുവന്ന ചീര നട്ടതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കലായി മുളക്കുക എന്ന് പറയല്ലോ, അതുപോലെ ഈ കരിയില കമ്പോസ്റ്റ് ഇതിലിടുമല്ലോ, അങ്ങനെ മുളച്ചുണ്ടായതാണ്. ഇപ്പം ഞാൻ എല്ലാം കൊണ്ട് എടുക്കട്ടെ കേട്ടോ. വലിപ്പം വെച്ചിട്ടുണ്ട്, വലിപ്പം വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ മെല്ലെ ഇങ്ങോട്ട് പറിച്ചെടുക്കട്ടെ. ഊരിങ്ങെടുത്ത് 2 എണ്ണം, ഈ 2 മതി. അതിൻ്റെ ഇടയ്ക്ക് വേണ്ടാത്ത വള്ളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവരെ പോറലേൽക്കാണ്ട് എടുക്കണം. എടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പാവങ്ങൾക്കൊന്നും പറ്റരുത്. കുട്ടികളെ പോറ്റും പോലെ ഞാൻ എൻ്റെ ചെടികളൊക്കെ പോറ്റുക. എനിക്ക്
അവളെ വരഞ്ഞ് മുറുകി കളഞ്ഞിന്. ഏതെന്നറിയോ? വേണ്ടാത്ത വള്ളി ഇതങ്ങ് മുറിച്ച് കളയാ. ഇതാ അങ്ങനെ ഞാൻ 2 തൈൻ്റെ പകരം എത്ര കിട്ടിയെന്നറിയോ? പഠിച്ചോനേതാ, ഇത് തക്കാളി തയ്യല്ല, ഇത് തക്കാളി തയ്യ. കണ്ടോ? 3 കിട്ടിയുള്ളൂ. അത് സാരമില്ല, 3 നമുക്ക് ഇതിൽ നടാം. ഇനി ഞാൻ നടാൻ പോകുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കമ്പോസ്റ്റിൽ നിന്ന് മുളച്ചുണ്ടായ ആരോഗ്യമുള്ള തൈ. അതൊക്കെ നഴ്സറിയിൽ പോകുകയാണെങ്കിൽ എത്ര പൈസ കൊടുക്കണോ? നഴ്സറിയിലൊക്കെ പോകണം ഇത്രയും നല്ല ആരോഗ്യമുള്ള തൈക്ക്. ഇനി ഞാൻ പോട്ടി മിക്സ് നിറച്ച് നടട്ടെ കേട്ടോ. ഞാൻ ഈ കുപ്പിയില്ലേ, ഈ കുപ്പി ഹാങ് ചെയ്യലാണ്. നിലത്തൊന്നും ഇത് വെക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇതിൽ കൂടെയല്ല ചെടി വളർന്നു വരുന്നത്. ഇപ്പം തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടുന്നതിന് മുമ്പേ നമുക്ക് പോട്ടി മിക്സ് നിറക്കണം, ചെടി വെക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവിടുന്ന് പറ്റൂല. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള എൻ്റെ സ്റ്റാൻഡ് ഇതെന്തിനാണെന്നറിയോ ഞാൻ വാങ്ങിയത്? ഈ എപ്പോൾ നമ്മളെ ബോഗൺവില്ല കടലാസ് പൂവ് വെട്ടിക്കൊടുക്കാൻ എപ്പം വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പൂവ് നിറഞ്ഞു കഴിഞ്ഞ് വീണ് പോയാൽ അത് വെട്ടു. അതിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ എൻ്റെ ഹാങ്ങിങ് ചെടികളുണ്ട്, കുറേ പൂക്കളുണ്ട്. അതിന് വേണ്ടി വാങ്ങിയത്. നല്ല ഉപകാരം കേട്ടോ. നമ്മളെന്തെങ്കിലും നട്ടുപിടിപ്പിക്കുന്ന ഇത് വാങ്ങുന്നത് നല്ലതാണ്. അപ്പം ഞാൻ അതിന് മേലെ ഒന്ന് കെട്ടി, എന്നാലല്ലേ എനിക്ക് സൗകര്യം. 2 ഹോൾസ് ഇവിടെയും ഹോൾസ് ഇടണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കെട്ടണം. ഇനി ഞാൻ ശരിക്കും എവിടെയാണ് ഇത് കൊണ്ടുപോയി വെക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരും. തൽക്കാലമാണ് ഇത്. അപ്പോൾ ഇതാണ് ചെടി. നമ്മൾ പോട്ടി മിക്സ് നിറക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ചെടി ഇതിൽ വെക്കണം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇത് പിന്നെ ധൈര്യമായിട്ട് നിൽക്കും, കാരണം വലിപ്പമുണ്ട്. കുറേ അങ്ങ് പോന്നോട്ടെ. ഇതൊക്കെ അങ്ങ് പൊട്ടിക്കാം. കുറേ അങ്ങ് പോന്നു കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയോ? നമ്മൾ എത്ര മേലോട്ട് കയറ്റിയോ അത്രയും തണ്ടിന് ധാരാളം വേരുകൾ ഉണ്ടാവും. ആ വേരുകൾ നമ്മൾ ഇടുന്ന പോട്ടി മിക്സിൽ നിന്നെല്ലാം ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ഈ ചെടികൾക്ക് കൊടുക്കും. ഇപ്പം നമ്മൾ അറ്റത്തല്ലേ വേര് കണ്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല തെളിഞ്ഞ് കാണുന്ന കുപ്പിയല്ലേ. ഞാൻ വേരും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ വേണം ഓരോന്ന് ചെയ്യാൻ. ആദ്യം തന്നെ ഞാനേ ഇതങ്ങ് ഇടട്ടെ കേട്ടോ. കുറച്ച് ഇതൊക്കെ എന്താണെന്നറിയോ? എൻ്റെ കരിയിലെ മാത്രമല്ല, അത് പൂവ് ഉണങ്ങി വീണതാ. അതാ എനിക്ക് കൂടുതൽ മുറ്റത്തുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് മണ്ണ് അങ്ങനെ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കൈ അങ്ങ് എടുക്കും. കൈ എടുക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ ഓർക്കാത്തത് കൊണ്ട് അതിന് വേറെ ബുദ്ധികളൊക്കെ ഉണ്ടാവും. ബുദ്ധിജീവികളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. അത് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നവരൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും വേറെ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണ്ടേ, ഇതിവിടെ പിടിച്ച് നിൽക്കാൻ. ഇതാണ് കൂടുതൽ കരിയില അങ്ങനത്തെ ഇടുന്നെങ്കിലുള്ള ഗുണം എന്താ അറിയോ? വെയിറ്റ് കുറയും. ഇതിന് വെയിറ്റ് കുറയണോ? അതാണ് ഇതിന് വേണ്ടത്. ഇങ്ങനെ തൂക്കിയിടുന്നതല്ലേ. ഇനി ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഒരു പവർഫുൾ വള. കുറച്ചിട്ടപ്പത്തിനേക്ക് നിറഞ്ഞിട്ടോ, കുറച്ച് ഇട്ടുള്ളൂ. അപ്പം തീരെ കൊള്ളൂര കേട്ടോ. അങ്ങനത്തെ ഒന്നും എവിടെ നോക്കിയാലും വാരുമ്പോൾ പ്ലാസ്റ്റിക്കാ. എങ്ങനെയുണ്ട്? ഇനി നിൽക്കും. ഇനി നിന്ന് കേട്ടോ. അപ്പം നിന്ന് ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഈ മണ്ണാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. പുട്ടിന് തേങ്ങ പോലെ ഇടണം. കാരണം എന്താ അറിയോ? മണ്ണിലാണ് സൂക്ഷ്മജീവികളുള്ളത്. അതെല്ലാം ഈ ഇടുന്ന പോട്ടി മിക്സൊക്കെ വളാക്കി മാറ്റണ്ടേ. ഞാൻ വിചാരിച്ചു കുറേ ഇതൊക്കെ എൻ്റെ പിന്നെ മെലസ്റ്റോമ വയലറ്റ് കളർ കണ്ടോ? മെലസ്റ്റോമക്ക് അധികം നിൽക്കൂല, വേഗം വീണു. എന്താ അറിയില്ല. പക്ഷേ രണ്ടാമത് നന്നായിട്ട് ഉണ്ടാവും. ഇനി നിൽക്കൂത്. തട്ടി കൊടുക്കട്ടെ, അമർത്തട്ടെ. ചെടി അതിലുണ്ട്. ഇനി നമുക്ക് കുറേ കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് കരിയില കമ്പോസ്റ്റ്, കരിയില, മണ്ണ് അതേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നൈട്രജൻ സമൃദ്ധമായ എൻ്റെ പുല്ലുകൊണ്ടുണ്ടാക്കിയ വളം ഉണ്ടല്ലോ, എപ്പോൾ നിങ്ങളെ കാണിക്കലുണ്ട്. ഇത് പൈസ മുടക്കില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞത്. അത് ഉണ്ടാക്കിയോളീന്ന്. കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, പണമില്ല, സ്ഥലമില്ല എന്നൊക്കെ ഉള്ളവർക്കില്ലേ, ഇത് സൂപ്പർ ഐഡിയ. ഇതങ്ങ് കണ്ടോ? ഇനിയുണ്ട്. ഇതിന് പണി കഴിഞ്ഞില്ല കേട്ടോ. ഇനിയുണ്ട് ഇതിന് പണികൾ.
ഇതാ ഇത്രയും. ഇനി ആ ചെടിയൊന്നും ഇത്ര മതി. ഇനി അങ്ങ് അമരുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അമരും. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നറിയോ? ഈ തൂങ്ങി കിടക്കുന്നില്ലേ, ആ തൂങ്ങി കിടക്കുന്ന ഒന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കട്ടെ, മേലോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനൊന്ന് കെട്ടിക്കൊടുക്കട്ടെ കേട്ടോ. ആ കെട്ടുന്നത് കാണിച്ചു തരാം. ഞാൻ കയറൊക്കെ എടുക്കട്ടെ. അതിന് ചാക്കുന്നൂല നല്ലത്. അതിൻ്റെ ഇടയിൽ വള്ളി കണ്ടോ, പൊട്ടിപ്പോകുന്നതിനാണ് ഞാൻ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ വളച്ചാൽ ഇവിടുന്നൊക്കെ നമുക്ക് ശാഖ വരും. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പോട്ടി മിക്സ് നിറഞ്ഞ് ഈ തണ്ട് മൊത്തം വേര് വരും. എന്തെല്ലാം ഗുണങ്ങളുണ്ട്. സ്ഥലമില്ലാത്തവർക്ക് സൂപ്പർ ഐഡിയ. ഇത് ചാക്കുന്നൂല. അപ്പം ഞാൻ പണി കഴിഞ്ഞല്ലോ, ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഞാൻ വളച്ചിങ്ങനെ കെട്ടണമല്ലോ, ഇതിങ്ങനെ നിർത്തണമല്ലോ. അതിന് ഞാൻ ചാക്കുന്നൂലെടുത്ത് ഞാൻ കത്തി എടുത്ത് കെട്ടട്ടെ കേട്ടോ. ഞാൻ കത്തി തരിക, ഏത് സാധനം എടുത്താലും മറന്നു അവിടെ ഉണ്ട്. ഞാൻ കെട്ടിയിട്ടോ, ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്നോളൂ, നാളെ ഇങ്ങനെ നിന്നോളൂ. അപ്പം എന്താ ഇങ്ങനെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഇത് വെള്ളമൊക്കെ നനച്ച് ഇന്നിപ്പോൾ ഞാൻ നനയ്ക്കല്ലോ, ഒക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് അങ്ങ് നിവർന്ന് നിൽക്കും, മേലോട്ടേ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനൊരു കയറുകൊണ്ട് കെട്ടിയതാ. ഇനി നമുക്ക് അടുത്ത് നടക്കട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്ക് മെച്ചം. പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിലത്തുനിന്ന് വരുന്ന ഫംഗസ് രോഗങ്ങളൊന്നും ഇതിന് വരില്ല. നന്നായിട്ട് ശാഖകളുണ്ടാകും, കായ്ക്കും. അന്തരീക്ഷത്തിൽ തന്നെ ഇത് പിടിച്ചെടുക്കാനുണ്ട് കുറേ ഇതിന്. അതൊക്കെ നല്ല സൗകര്യത്തിൽ ഇത് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ പറഞ്ഞാലോ, ഇത് അന്തരീക്ഷത്തിൽ വളരുന്നതാ, നിലത്തല്ലല്ലോ. അങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ട്. ഇനി അടുത്തത് കേട്ടോ. അടുത്ത ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇത്രേ ഉള്ളൂ വേരിപ്പം. ഇത്രയല്ലേ ഉള്ളൂ, ഒന്നുകൂടി ക്ലിയറിൽ കാണിച്ചു തരാം. ഇത്രയല്ലേ വേരുള്ളൂ. ഇനി ഇത്രയും ഭാഗം അടിയിലോട്ട് പോവും, ഏത് കുപ്പീൻ്റെ അടിയിലോട്ട്. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ വേരുണ്ടാവും. വേരാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ധർമ്മം എന്താ, ഇവിടം വരെ അങ്ങ് എത്തിച്ചു കൊടുക്കുക. അത്രക്കും ഭാഗം എന്താവും, പിന്നെ വേര് വരും. വേര് വന്ന് കിട്ടിയാൽ മാത്രം മതി. നല്ല നനവും നല്ല പോട്ടി മിക്സും ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. നടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം തന്നെ കുറേ കല്ലുമൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. കല്ലല്ല, മണ്ണും കട്ടയാ. ഇതൊക്കെ ഞാൻ അടിച്ച് വരുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ ആദ്യത്തേൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഐഡിയ വേറെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. നല്ല മിടുക്കികളുള്ളതാണ് നമ്മളെ ഗ്രൂപ്പിൽ. കുറച്ചുകൂടി എനിക്ക് പൊക്ക ഞാൻ എന്തോട്ടെ ഒക്കെ താവും. ഇനി ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് വീണ്ടും ഇത് തന്നെ. അതിന് മണ്ണും എല്ലാം ഉണ്ട് ഇതിൽ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ അറിയോ? ഈ മണ്ണ് പാറ പോലെ ഉറക്കൂല. മണ്ണ് പാറ പോലെ ഉറച്ചില്ലെങ്കിൽ ഈ ചെടികൾക്ക് നന്നായിട്ട് വേരിന് ഓടി നടന്നിട്ട് ജലവും ലവണങ്ങളും വലിച്ച് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെടികൾ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ മണ്ണും വേണം. ഇതെല്ലാം എൻ്റെ മുറ്റത്തടിച്ചു വാരിയത്. അതിൻ്റെ പൂക്കൾ വീണതാണ്. പൂക്കളിൽ നിന്ന് വീണത്, ചെടിയിൽ നിന്ന് വീണ ചെടികൾക്ക് തന്നെ കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി എടുത്തുണ്ടായിരുട്ടെ. അങ്ങനെ ഞാൻ 2 തക്കാളി ഞാൻ ഇങ്ങനെ നട്ടു, കയറ് കെട്ടി മേലോട്ടും ആക്കി. ഇങ്ങനെ ചെയ്താൽ സാധാ നടുന്ന തക്കാളിനേക്കാൾ കൂടുതൽ ശാഖയുണ്ടാവും, കായുണ്ടാവും. കായ്കളൊന്നും ചീഞ്ഞു പോകൂല, നിലം തൊടൂല. തക്കാളിക്ക് നിലം തൊടാൻ പറ്റൂല, അപ്പം ഇതിൽ ചീഞ്ഞു പോവും. ധാരാളം പൂക്കളുണ്ടാവും. പരാഗണം നടക്കാനൊക്കെ ഇതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ നറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പോട്ടി മിക്സിൽ കൂടുതൽ നമുക്ക് കരിയിലൊക്കെ വേണ്ട, കനം കൂടാൻ പറ്റില്ലല്ലോ, തൂക്കിയിടുകയാണല്ലോ ഇത്. അപ്പം ഇങ്ങനെ തൂക്കിയ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇത് സൂപ്പർ ഐഡിയയാണ്. കുപ്പിക്ക് പൈസ കൊടുക്കേണ്ട, തൈക്ക് പൈസ കൊടുക്കേണ്ട. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്താൽ ഇഷ്ടം പോലെ തൈകളും നമുക്കുണ്ടാവും, കായും ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ വളർച്ച ഓരോന്ന് അപ്ഡേറ്റിൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. നിങ്ങൾക്കും ഇതിങ്ങനെ തന്നെ നട്ടു നോക്കാം. ഞാനൊന്ന് മെല്ലെ കെട്ടിയുള്ളൂ. നോക്കിയാൽ ഇപ്പം ഇത് നടുമ്പല്ലേ ഞാൻ ചെടി പറിച്ചെടുത്തത് നിങ്ങൾ കണ്ടില്ലേ? അന്നത്തിനേക്ക് വാടിപ്പോയിട്ടോ. അന്നവത്തിനേക്ക് വാടി. തക്കാളിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, വേഗം വാടും. കുറച്ച് കഴിഞ്ഞാൽ തെളിയും.
ഞാൻ തെളിന്നൊക്കെ കാണിച്ചിരുന്നുണ്ട്. അപ്പം ഞാനിത് പെർമനൻ്റ് ആ സ്ഥലത്ത് വെക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ കൈ പിടിച്ചതാ. ഇനി സ്ഥലം കയറ് കെട്ടിയിട്ടുണ്ട്, അവിടെ വെക്കട്ടെ കേട്ടോ. നവരി കണ്ടോ ഞാൻ വെച്ചത് എവിടെയാന്ന് നോക്ക്. ഇത് കണ്ടോ, ഇത് ഞാൻ കുപ്പിയിൽ ചീര നട്ടതാ. ചീര നട്ടിട്ട് ഉണ്ടായത് നോക്ക്. എനിക്ക് വിളവെടുക്കാൻ എനിക്ക് അങ്ങനെ ഒരു അസുഖം കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കൂ, വിളവെടുക്കുന്ന താല്പര്യമല്ല, ഇതിൻ്റെ ഭംഗി പോവും. അതെനിക്ക് സഹിച്ചൂടാ. നോക്ക് എന്താ ഉഷാർ കേട്ടോ. ഇത് പടുത്ത് നട്ടല്ലേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇനി ഇത് കട്ട് ചെയ്താൽ ചുറ്റും ശാഖകൾ ഉണ്ടാവും. ഞാൻ കട്ട് ചെയ്യുന്നില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച്. അതിൻ്റെ സൈഡിലാണ് ഞാൻ ഇത് വെച്ചത്. ഇതിവിടെ സൈഡ് വെച്ച് വിചാരിച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത്, ഇതിന് സൂര്യപ്രകാശം കിട്ടണോ, നന്നായിട്ട് വെയിൽ കിട്ടണോ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടേക്ക് വരും. ഇതാ അപ്പം തന്നെ വരുന്നുണ്ട്. കുഴഞ്ഞാൽ നമുക്ക് ധൈര്യത്തില്ല. ഇത് കുഴഞ്ഞു പോയിട്ടോ പാവങ്ങൾ അത്രക്കും. ഇതാ ഇനി ഞാൻ നനച്ച് കഴിഞ്ഞിട്ട് ഇത് തെളിഞ്ഞ് വരും. എന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അവിടെ ഒക്കെ കെട്ടിക്കൊടുക്കുക. ഇതിലൊക്കെ ശാഖ വരും. ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നിലം തൊടാതെ സൂപ്പർ തക്കാളി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വിളവെടുക്കുന്നത് കാണിക്കും. ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ ഇനി നനക്കുക കേട്ടോ. ഇതാ നനക്കാനൊക്കെ ആയുധങ്ങളൊക്കെ, ആയുധത്തിൻ്റെ ഒരു കുറവ് ഇപ്പം ഇല്ല. ഇഷ്ടംപോലെ ആയുധങ്ങളാണ്. ഇങ്ങനെ അങ്ങ് നനക്കാം. മറ്റേത് നനക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ പാവങ്ങൾ നനച്ചു കൊടുക്കണം. ഒരു നോക്കിക്കുക. ഇവർക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ മറ്റേ കുട്ടി ഇവർ നോക്കിക്കഴിഞ്ഞ് ഞാൻ മറ്റേന് തിന്നാൻ കൊടുക്കുന്നത്. അപ്പം പിന്നെ നമുക്കൊരു സങ്കടമല്ലേ. നമുക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. അവർ വളർന്ന് വരുമ്പോൾ അവരെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയല്ല നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത്. കണ്ടോ, ഇത് ഞാനിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇനി ഉഷാറിൽ ഇങ്ങനെ വരുന്നത് അവിടെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എന്നെ വിജയിപ്പിച്ചത് കേട്ടോ. തക്കാളിക്കൊട്ടേ നട്ട തക്കാളി എന്തായിന്നൊരു കമൻറ്റ് വന്നിരുന്നു. ഇതാട്ടോ, ഇതാ അവർ ഉഷാറായി വന്നിതാ കണ്ടില്ലേ. ആ 3 തക്കാളി ഉഷാറായി. ഇനി അതൊക്കെ ഞാൻ ഈ സൈഡിൽ നട്ടു കൊടുത്തിരുന്നു. സൈഡിൽ നട്ട തക്കാളിയൊക്കെ നോക്ക്. അതൊക്കെ ഉഷാറ്. ഇത് എൻ്റെ നിത്യവഴുതന വള്ളിണ്ടായി കണ്ടോ. ഇന്ന് ഞാൻ കുറച്ച് നിത്യവഴുതന വിളവെടുത്തു. ഇവിടെ ഒക്കെ നിത്യവഴുതനയാ. ഇതെന്താ അറിയാ നോക്ക്, എൻ്റെ ചുവന്ന ചീര ഇതൊരു വെർട്ടിക്കലായി നട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതെൻ്റെ ക്യാരറ്റ് അതിലൊക്കെ ക്യാരറ്റ് നട്ടീനി കേട്ടോ. വിജയം മാത്രം നിങ്ങളെ കാണിച്ച് ശരിയാവില്ലല്ലോ, എനിക്ക് പരാജയപ്പെട്ട്. ഇതിലൊക്കെ ഞാൻ ക്യാരറ്റ് നട്ട് അത് പോയി. അപ്പോൾ ആ ഹോൾസ് അവിടെ ബാക്കി വരികയല്ലോ. അപ്പോൾ ഞാൻ ചീര നട്ട്. ചീര ഇപ്പോൾ 2 വിളവ് എടുത്ത് 2 പ്രാവശ്യം. കാരണം നല്ല രസം അല്ലേ. ഇതെൻ്റെ ക്യാബേജ് സ്ഥലമില്ലാത്തവർക്കൊക്കെ ചാക്കിൽ ഇങ്ങനെ കിടത്തിയിട്ട് നിറയെ ഇതിട്ടാൽ മതി. എന്ത് അറിയാം, കരിയില. നിങ്ങളൊന്ന് പൈസ കൊടുത്ത് വളം വാങ്ങണ്ട, വീട്ടുകാരെ ഒരു ബുദ്ധിമുട്ടും ആക്കണ്ട. നമ്മൾ ലേഡീസ് വിചാരിച്ചാൽ ഇപ്പോഴത്തെ കാലത്തില്ലേ, ആണുങ്ങൾ മാത്രം പണിയെടുത്ത് വീട് മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. പെണ്ണും വിചാരിക്കണം. ഭാര്യയും ഭർത്താവും പണിക്കിറങ്ങിയാൽ മാത്രമേ ജീവിതം മുന്നോട്ടുണ്ടാകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുള്ള പണിയൊന്നും വേണ്ട. ദിവസേന ഇങ്ങനെയൊക്കെ പച്ചക്കറി ഇങ്ങനെ നടുക. ഇതൊന്നും പൈസ കൊടുക്കാത്ത പച്ചക്കറികളല്ലേ. ഇത് ഓരോ ഐഡിയ കണ്ടിട്ട് അതിനനുസരിച്ച് പെരുമാറുക. ഭർത്താവ് പണിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ പച്ചക്കറി പറിച്ചത് ഇങ്ങനെ കൊട്ടയിൽ കാണിച്ചു കൊടുത്ത് നോക്കണ്ടി. ക്ഷീണം പോയിട്ട് ഹാപ്പിയായിട്ട് ജീവിതം സ്വർഗം അല്ലെങ്കിൽ മുന്നോട്ട് പോകുക. അവിടെ കച്ചറി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓരോ ഐഡിയ പറഞ്ഞിരുന്നതാ. അതാ ഇതെന്നെ കാന്താരി കേട്ടോ. കാന്താരി ഞാൻ നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി, വലിയൊരു കുപ്പി നിറച്ച് അടുക്കള വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ തൊലിയും എല്ലാം ഇട്ടിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും ഒക്കെ ഒഴിച്ചിട്ട് വെക്കും. കണ്ടോ ഉണ്ടായത് നോക്ക്, നിറയെ പൂക്കൾ. അതിന് ശേഷം കേട്ടോ നിറയെ പൂത്ത്. അങ്ങനെ ഒന്നും അസുഖം വന്നിട്ടില്ല. മാഷാ അല്ലാ, അത് ഉഷാറായി പോട്ടെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കാന്താരി പറിക്കാൻ മടിയാവും. അപ്പം എൻ്റെ തല തിരിഞ്ഞ് തക്കാളി നടയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.